ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. 2022 നവംബർ 18 വിക്ഷേപിച്ച സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് ഏത്? വിക്രം എസ് 2022 നവംബർ 18 വിക്ഷേപിച്ച സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റാണ്. വിക്രം എസിൻ്റെ വിക്ഷേപണത്തിന് അനുമതി നൽകിയ ബഹിരാകാശ വകുപ്പിന് കീഴിലെ ഏജൻസി ഏത്? ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെൻറ്റർ. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെൻറ്ററാണ് വിക്രം എസിൻ്റെ വിക്ഷേപണത്തിന് അനുമതി നൽകിയ ബഹിരാകാശ വകുപ്പിന് കീഴിലെ ഏജൻസി. വിക്രം എസ് റോക്കറ്റ് വികസിപ്പിച്ചെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് സംരംഭമേത്? സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് വിക്രം എസ് റോക്കറ്റ് വികസിപ്പിച്ചെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് സംരംഭം. വിക്രം എസിൻ്റെ വിക്ഷേപണത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പ് ദൗത്യത്തിന് നൽകിയിരുന്ന പേരെന്ത്? പ്രാരംഭ് എന്നാണ് വിക്രം എസിൻ്റെ വിക്ഷേപണത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പ് ദൗത്യത്തിന് നൽകിയിരുന്ന പേര്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏത്? INS വിക്രാന്ത് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ. INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തതെന്ന്? 2022 സെപ്റ്റംബർ 2 INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തത്. INS വിക്രാന്ത് നിർമ്മിച്ചത് ഏത് കപ്പൽ നിർമ്മാണശാലയിലാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് INS വിക്രാന്ത് നിർമ്മിച്ചത്. വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചി. വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ച രാജ്യത്തെ തന്നെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല കൊച്ചിയാണ്. 2022 ജൂലൈയിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച രോഗമേത്? 2022 ജൂലൈയിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച രോഗം വാനരവസൂരിയാണ്. 2022 ഓഗസ്റ്റിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനയായ CIA ഡ്രോൺ മിസൈൽ ആക്രമണത്തിലൂടെ അഫ്ഗാനിസ്ഥാനിൽ വധിച്ച അൽ-ഖ്വയ്ദ തലവനാര്? 2022 ഓഗസ്റ്റിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനയായ CIA ഡ്രോൺ മിസൈൽ ആക്രമണത്തിലൂടെ അഫ്ഗാനിസ്ഥാനിൽ വധിച്ച അൽ-ഖ്വയ്ദ നേതാവാണ് അയ്മാൻ അൽ സവാഹിരി. ലോകത്ത് ആദ്യമായി സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ച രാജ്യമേത്? ഇസ്രായേലാണ് ലോകത്തിൽ ആദ്യമായി സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ച രാജ്യം. ആർത്തവ സംബന്ധമായ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സൗജന്യമാക്കാൻ നിയമം പാസാക്കിയ രാജ്യം സ്കോട്ട്ലൻഡാണ്. സ്കോട്ട്ലൻഡിൽ ആർത്തവ സംബന്ധമായ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സൗജന്യമാക്കാൻ നിയമം പാസാക്കി. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായി 2022 ഓഗസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജഗദീപ് ധൻകർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആര്? മാർഗരറ്റ് ആൽവയാണ് പരാജയപ്പെടുത്തിയത്. ആര്? ജഗദീപ് ധൻകർ എന്നാണ് തിരഞ്ഞെടുത്തത്? 2022 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിട്ടാണ് തിരഞ്ഞെടുത്തത് ജഗദീപ് ധൻകറിനെ. ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ മാർഗരറ്റ് ആൽവയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സർക്കാർ സ്കൂളുകളിലെ 750 പെൺകുട്ടികൾ ചേർന്ന് നിർമ്മിച്ച ഏത് ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണമാണ് 2022 ഓഗസ്റ്റ് 7 പരാജയപ്പെട്ടത്? ആസാദി സാറ്റ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സർക്കാർ സ്കൂളുകളിലെ 750 പെൺകുട്ടികൾ ചേർന്ന് നിർമ്മിച്ച ഉപഗ്രഹമാണ്. അതിൻ്റെ വിക്ഷേപണമാണ് 2022 ഓഗസ്റ്റ് 7 പരാജയപ്പെട്ടത്. ചണ്ഡീഗഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പുതിയ പേരെന്ത്? ഷഹീദ് ഭഗത് സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ചണ്ഡീഗഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പുതിയ പേര്. സർക്കാർ ഉടമസ്ഥതയിലെ രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം കേരളത്തിലാണ്. സർക്കാർ ഉടമസ്ഥതയിൽ രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം നിലവിൽ വന്നത്. കേരളത്തിലെ ഓൺലൈൻ ടാക്സി സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര് കേരള സവാരി.
കേരള സവാരി എന്നാണ് കേരളത്തിലെ ഓൺലൈൻ ടാക്സി സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്നതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്നതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത്. 2022 ഓഗസ്റ്റിൽ അന്തരിച്ച ഏത് മലയാളിയുടെ ആത്മകഥയാണ് പൊളിച്ചെഴുത്ത്? ആരുടെ ആത്മകഥയാണ്? ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ ആത്മകഥയാണ് പൊളിച്ചെഴുത്ത്. അദ്ദേഹം 2022 ഓഗസ്റ്റിൽ അന്തരിച്ചു. 2022 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാളത്തിലെ ആദ്യത്തെ ഗോത്രവർഗ നോവലിസ്റ്റ് ആര്? നാരായണാണ് 2022 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാളത്തിലെ ആദ്യത്തെ ഗോത്രവർഗ നോവലിസ്റ്റ്. 2022 നടന്ന 22ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥ്യം വഹിച്ച നഗരം ഏത്? ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമാണ് ആതിഥ്യം വഹിച്ചത്. 2022 നടന്ന 22ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥ്യം വഹിച്ച നഗരം ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 4ാം സ്ഥാനമാണ് ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് മെഡൽ പട്ടികയിൽ. ആകെ എത്ര മെഡലുകളാണ് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയത്? 61 മെഡലുകൾ നേടി. അങ്ങനെയാണ് 4ാം സ്ഥാനത്തെത്തിയത്. 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവും. ബെർമിംഗ്ഹാം ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരമാര്? എൽദോസ് പോളാണ് ബെർമിംഗ്ഹാം ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം. ഇനി 44ാമത് ചെസ് ഒളിമ്പ്യാഡ് 2022 വേദിയായ ഇന്ത്യൻ നഗരം ചെന്നൈയാണ്. ചെന്നൈയിലായിരുന്നു 44ാമത് ചെസ് ഒളിമ്പ്യാഡ്. ബ്രിട്ടനിലെ പുതിയ രാജാവായി 2022 സെപ്റ്റംബറിൽ അധികാരമേറ്റത് ചാൾസ് മൂന്നാമൻ. യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാരം നേടിയ വനിത ആംഗലെ മർക്കറാണ് 2022 സമാധാന പുരസ്കാരം നേടിയ വനിത. യുനെസ്കോയുടെ സമാധാന പുരസ്കാരം. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഗേറ്റ് മുതൽ രാഷ്ട്രപതി ഭവൻ വരെയുള്ള രാജ്പഥിൻ്റെ പുതിയ പേര് കർത്തവ്യപഥ് എന്നാണ്. ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് മുതൽ രാഷ്ട്രപതി ഭവൻ വരെയുള്ള രാജ്പഥിൻ്റെ പുതിയ പേരാണ് കർത്തവ്യപഥ്. ഗർഭാശയകള അർബുദത്തിനെതിരെ ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ സെർവാവാക്ക് എന്തിനെതിരെയാണ്? ഗർഭാശയകള അർബുദത്തിനെതിരെയാണ് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിനാണ്. പുതിയ പതാക നിലവിൽ വന്ന രാജ്യത്തെ സായുധ സേനാ വിഭാഗം ഏത്? നാവികസേനയ്ക്കാണ് പുതിയ പതാക നിലവിൽ വന്നത്. ഇന്ത്യയുടെ 49ാം ചീഫ് ജസ്റ്റിസായി 2022 ഓഗസ്റ്റിൽ ചുമതലയെടുത്തത് ജസ്റ്റിസ് യു ലളിതാണ്. ഇപ്പോൾ അത് കറണ്ട് അഫെയർ ആയിട്ട് പഠിക്കേണ്ട, അതിനെക്കാട്ടിയും അടുത്തത് പഠിക്കാം. ഇന്ത്യയുടെ 50ാമത് ചീഫ് ജസ്റ്റിസായി 2022 നവംബറിൽ ചുമതലയെടുത്തത് 2022 50ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അപ്പോൾ ഇപ്പോൾ ആരാണ്? DY ചന്ദ്രചൂഡാണ് 50ാമതാണ്. 2022 സെപ്റ്റംബറിൽ കേരള നിയമസഭാ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞത് എം പി രാജേഷാണ് 2022 സെപ്റ്റംബറിൽ കേരള നിയമസഭാ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞത്. കേരള നിയമസഭയുടെ പുതിയ സ്പീക്കറായ 2022 സെപ്റ്റംബറിൽ സ്ഥാനമേറ്റതാരാണ്? AN ഷംസീറാണ്. ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? AN ഷംസീർ. 2022 സെപ്റ്റംബറിൽ കേരള മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പുകളുടെ മന്ത്രിയായി സ്ഥാനമേറ്റത് MP രാജേഷ്. ഇപ്പോൾ MP രാജേഷ് സ്പീക്കറല്ല, ആരാണ്? തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പുകളുടെ മന്ത്രിയാണ്. 2022 സെപ്റ്റംബർ 17 8 ചീറ്റകളെ തുറന്നുവിട്ടത് രാജ്യത്തെ ഏത് ദേശീയോദ്യാനത്തിലാണ്? കുനോ ദേശീയോദ്യാനത്തിലാണ്. എവിടെയാണ് കുനോ ദേശീയോദ്യാനം? മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് 2022 സെപ്റ്റംബർ 17 8 ചീറ്റകളെ തുറന്നുവിട്ടത്. ഏത് ആഫ്രിക്കൻ രാജ്യത്ത് നിന്നാണ് 2022 സെപ്റ്റംബറിൽ ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നത്? നമീബിയയിൽ നിന്നാണ് ചീറ്റകളെ കൊണ്ടുവന്നത്. ചേക്കുട്ടി എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സേതുവിൻ്റെ നോവലാണ് ചേക്കുട്ടി. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പട്ടി എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് അനഘ ജെ കോലോത്തിൻ്റെ കവിതാ സമാഹാരമാണ് മെഴുകുതിരിക്ക് സ്വന്തം തീപ്പട്ടി. പട്ടികജാതി കുടുംബങ്ങളുടെ ഭവന പുനർനിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി സേഫാണ്. സേഫിൻ്റെ ഫുൾ ഫോം സെക്യൂർ
അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെൻറ്റ്. സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെൻറ്റ്, അതാണ് സേഫ്. സേഫ് എന്ത് പദ്ധതിയാണ്? പട്ടികജാതി കുടുംബങ്ങളുടെ ഭവന പുനർനിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. 2022 നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാക്കളാണ് മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ. മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് 2022 നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാക്കൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര പഞ്ചായത്ത് ഏതാണ്? കുളത്തൂപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷര പഞ്ചായത്ത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? ഡിജിറ്റൽ സാക്ഷരതയാണെങ്കിൽ പുല്ലമ്പാറയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത്. ആരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് നൽകിയ ഔദ്യോഗിക പേരായിരുന്നു ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ്? ബ്രിട്ടനിലെ എലിസബത്ത് II രാജ്ഞിയുടെ. 2022 US ഓപ്പൺ ടെന്നീസ് കിരീടം പുരുഷ വിഭാഗം നേടിയ 19-കാരൻ കാർലോസ് അൽക്കാരസ് ആണ് 2022 US ഓപ്പൺ ടെന്നീസ് കിരീടം പുരുഷ വിഭാഗം നേടിയ 19-കാരൻ. ഡയമണ്ട് അത്ലറ്റിക് ഫൈനലിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. ജാവലിൻ ത്രോ ആണ് നീരജ് ചോപ്രയുടെ ഇനം. ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ഫൈനലിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ. ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 4 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ബജ്രംഗ് പൂനിയയാണ്. ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 4 മെഡൽ നേടുന്ന ആദ്യത്തെ താരം ഇന്ത്യൻ താരമാണ് ബജ്രംഗ് പൂനിയ. അപ്പം ബജ്രംഗ് പൂനിയ ഗുസ്തിയാണ്. 2022 നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ശ്രീലങ്കയ്ക്കാണ് 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ലഭിച്ചത്. G20 രാജ്യങ്ങളുടെ 17ാം ഉച്ചകോടി 2022 നവംബറിൽ നടന്നത് എവിടെ? ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് G20 രാജ്യങ്ങളുടെ 17ാം ഉച്ചകോടി 2022 നവംബറിൽ നടന്നത്. G20 കൂട്ടായ്മയുടെ 2022-2023 അധ്യക്ഷ സ്ഥാനം ഏത് രാജ്യത്തിനാണ്? G20 കൂട്ടായ്മയുടെ 2022-2023 അധ്യക്ഷ സ്ഥാനം ഇന്ത്യക്കാണ്. G20യുടെ 18ാമത് ഉച്ചകോടി 2023 സെപ്റ്റംബറിൽ നടക്കുന്നത് എവിടെ? ന്യൂഡൽഹിയിലാണ് G20യുടെ 18ാമത് ഉച്ചകോടി 2023 സെപ്റ്റംബറിൽ നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥാ ഉച്ചകോടി 2022 നവംബറിൽ നടക്കുന്നത് എവിടെ? ഈജിപ്തിലെ ഷാറം അൽ ഷെയ്ഖിലാണ് ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥാ ഉച്ചകോടി 2022 നവംബറിൽ നടന്നത് ഈജിപ്തിലെ ഷാറം അൽ ഷെയ്ഖ്. മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ആർട്ടമിസ് മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ്. റിസർവ് ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ രൂപയാണ്. പശ്ചിമ ബംഗാളിൻ്റെ 22ാമത് ഗവർണറായി നിയമിതനായ മലയാളി സി ആനന്ദബോസാണ് പശ്ചിമ ബംഗാളിൻ്റെ 22ാമത് ഗവർണറായി നിയമിതനായ മലയാളിയാണ്. സി ആനന്ദബോസ് മലയാളിയാണ്, പശ്ചിമ ബംഗാൾ ഗവർണറാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് സേതുവിനാണ് 2022 എഴുത്തച്ഛൻ പുരസ്കാരം. തുടർച്ചയായി കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡിന് 2022 നവംബറിൽ അർഹനായത് പിണറായി വിജയനാണ്. തുടർച്ചയായി കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് 2022 നവംബറിൽ അർഹനായത്. കേരളത്തിലെ ഏത് സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനാണ് 2022 നവംബറിൽ സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയത്? കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്ന് ചാൻസലർ സ്ഥാനം ഗവർണറിന് നീക്കം ചെയ്തു. ഗവർണറല്ല, ഇപ്പോൾ ചാൻസലർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായി 2022 നവംബറിൽ ചുമതലയേറ്റതാര്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. സെക്രട്ടറി കരിവെള്ളൂർ മുരളിയുമാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായി 2022 നവംബറിൽ ചുമതലയേറ്റത് മട്ടന്നൂർ ശങ്കരൻകുട്ടി, സെക്രട്ടറി കരിവെള്ളൂർ മുരളി. 2022 നവംബർ 5 അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ്
അദ്ദേഹം 2022 നവംബർ 5 അന്തരിച്ചു. 2022 നവംബറിൽ അന്തരിച്ച ആരാണ് ഏറ്റവും വലിയ വനിതാ സഹകരണ സംഘങ്ങളിലൊന്നായ സേവയുടെ ഫുൾ ഫോം സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ. ആ സേവയുടെ സ്ഥാപക ഇള ബെൻ ഭട്ടാണ് സേവയുടെ സ്ഥാപക. സേവ മീൻസ് സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ. അതിൻ്റെ സ്ഥാപകയാണ് ഇള ഭട്ട്. അവർ 2022 നവംബറിൽ അന്തരിച്ചു. 2022 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയത് ശരത് കമലാണ്. ടേബിൾ ടെന്നീസ് താരമാണ് ശരത് കമൽ. അദ്ദേഹം 2022 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടി. അത്ലറ്റിക്സിൽ നിന്ന് 2022 അർജുന അവാർഡ് നേടിയത് സീമ പുനിയ, എൽദോസ് പോൾ, അവിനാഷ് മുകുന്ദ് സാബിൾ. സീമ പുനിയ, എൽദോസ് പോൾ, അവിനാഷ് മുകുന്ദ് സാബിൾ എന്നിവർക്കാണ് അത്ലറ്റിക്സിൽ 2022 അർജുന അവാർഡ് നേടിയത്. 2022 അർജുന പുരസ്കാരം നേടിയ ബാഡ്മിൻ്റൺ താരങ്ങൾ ആരെല്ലാമാണ്? ലക്ഷ്യ സെന്നും HS പ്രണോയും. ലക്ഷ്യ സെന്നിനും HS പ്രണോയ്ക്കും അർജുന പുരസ്കാരം നേടി. അവർ ബാഡ്മിൻ്റൺ താരങ്ങളാണ്. 2022 അവാർഡാണ്, അർജുന പുരസ്കാരമാണ് കിട്ടിയത് ബാഡ്മിൻ്റൺ താരങ്ങൾക്ക്. 2022 2020 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. റണ്ണറപ്പ് പാകിസ്ഥാൻ. 2022 2020 ലോകകപ്പ് ഇംഗ്ലണ്ട് നേടി. റണ്ണറപ്പ് പാകിസ്ഥാൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രെഗ് ബാർക്ലേയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രെഗ് ബാർക്ലേ. ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത മനിക ബത്ര. മനിക ബത്രയ്ക്ക് ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസിൽ മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനിക ബത്ര. ഊർജ്ജക്ഷാമത്തിനെ തുടർന്ന് വൈദ്യുത വാഹനങ്ങൾ നിരോധിച്ച ലോകത്തെ ആദ്യ രാജ്യം സ്വിറ്റ്സർലൻഡാണ്. ഊർജ്ജക്ഷാമത്തെ തുടർന്ന് വൈദ്യുത വാഹനങ്ങൾ നിരോധിച്ച ലോകത്തെ ആദ്യ രാജ്യം. ഹിമാചൽ പ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു ആണ് ഹിമാചൽ പ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി. 2022 ദേശീയ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ്ണ മയൂരം നേടിയ ചിത്രം ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് എന്നുള്ളത് 2022 ദേശീയ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ്ണ മയൂരം നേടിയ ചിത്രമാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് തുറന്ന സ്ഥാപനം അഗ്നികുലാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് തുറന്ന സ്ഥാപനമാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നിയമിതയായ പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗവർണറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഇപ്പോൾ ആരാണ് ചാൻസലർ? മല്ലിക സാരാഭായ്. 2022 കേരള അന്തർദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരം നേടിയത് ഉദമയ്ക്കാണ് സുവർണ്ണ ചകോരം ലഭിച്ചത്. നേടിയ ചലച്ചിത്രം 2022 കേരള അന്തർദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരം നേടിയ ചിത്രം ഉദമ. കേരള ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കീഴിലെ ആദ്യത്തെ ഡിജിറ്റൽ പാർക്ക് തിരുവനന്തപുരത്താണ് തുറന്നത്. തിരുവനന്തപുരത്ത് കേരള ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കീഴിലെ ആദ്യത്തെ ഡിജിറ്റൽ പാർക്ക് തുറന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ പ്രസിഡന്റ് PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് PT ഉഷ. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ്റെ ORS ശില്പിയായി അറിയപ്പെടുന്ന 2022 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യൻ ഡോക്ടർ ദിലീപ് മഹൽനോബിസ് അന്തരിച്ചത് 2022 ഒക്ടോബറിലാണ്. അദ്ദേഹമാണ് ORS ലായനി, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത്. കുട്ടിത്തേവാങ്കുകളുടെ സംരക്ഷണാർത്ഥമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ കടൂറാണ്. തമിഴ്നാട്ടിലെ കടൂര് കുട്ടിത്തേവാങ്കുകളുടെ സംരക്ഷണാർത്ഥമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. തെലങ്കാന രാഷ്ട്രീയ സമിതിയുടെ പുതിയ പേരെന്ത്? ഭാരത് രാഷ്ട്ര സമിതി BRS എന്നാണ് തെലങ്കാന രാഷ്ട്രീയ സമിതിയുടെ പുതിയ പേര്.
ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനായി CBI നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഗരുഡയാണ് ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനായി CBI നടത്തിയ ഓപ്പറേഷൻ. എല്ലാ ഗ്രാമങ്ങളിലും കമ്മ്യൂണിറ്റി ലൈബ്രറികൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? ജാർഖണ്ഡിലെ ജാംതരയാണ് എല്ലാ ഗ്രാമങ്ങളിലും കമ്മ്യൂണിറ്റി ലൈബ്രറികൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ജാംതര. ജാർഖണ്ഡിലാണ്. ഇന്ത്യയിൽ ദേശീയ ഡോൾഫിൻ ദിനമായി പ്രഖ്യാപിച്ചത് ഒക്ടോബർ 5 ഡോൾഫിൻ ദിനം. ദേശീയ ഡോൾഫിൻ ദിനം. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഗംഗയാണ്. റഷ്യ ഉക്രൈൻ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ. ISROയുടെ 10ാമത്തെ ചെയർമാനായി നിയമിതനായ മലയാളി S. സോമനാഥ്. 10ാമത്തെ ISRO ചെയർമാനാണ്, മലയാളിയാണ്. സായുധ സേനയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനായി 2022 ജൂണിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ പുതിയ പദ്ധതി അഗ്നിപഥാണ്. അഗ്നിപഥ് 2022 ജൂണിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ സായുധ സേനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനുള്ള പുതിയ പദ്ധതിയാണ്. 2022 ഓഗസ്റ്റിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ നീളമുള്ള ചരക്ക് തീവണ്ടി ഏതാണ്? സൂപ്പർ വാസുകിയാണ് 2022 ഓഗസ്റ്റിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളമുള്ള ചരക്ക് തീവണ്ടി. ഏഷ്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പഞ്ചാബിലെ ലെഹ്റഗാഗയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. ഏതൊക്കെ രാജ്യത്തെ സേനകളുടെ സംയുക്ത അഭ്യാസമായിരുന്നു 2022 ഒക്ടോബറിൽ നടന്ന ടൈഗർ ട്രയംഫ്? ഇന്ത്യയുടെയും അമേരിക്കയുടെയും. ഇന്ത്യ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ സേനകളുടെ സംയുക്ത അഭ്യാസമായിരുന്നു 2022 ഒക്ടോബറിൽ നടന്ന ടൈഗർ ട്രയംഫ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഡ്രീംസ് ഔട്ട്സൈഡ് ഫോറസ്റ്റ്സ് സ്കീം ആരംഭിച്ചത്? അസമിലാണ് ഡ്രീംസ് ഔട്ട്സൈഡ് ഫോറസ്റ്റ്സ് സ്കീം ആരംഭിച്ചത്. കേന്ദ്ര കൃഷി മന്ത്രാലയം മഹിളാ കിസാൻ ദിവസായി ആചരിച്ച ദിവസം ഏതാണ്? ഒക്ടോബർ 15 മഹിളാ കിസാൻ ദിവസ്. കേന്ദ്ര കൃഷി മന്ത്രാലയമാണ് ആചരിച്ചത്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2022 പ്രകാരം ഭരണ മികവിൽ 1ാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. മേജർ സംസ്ഥാനങ്ങളിൽ 1ാമത് ഹരിയാനയാണ്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ 2022 ഭരണ മികവിൽ 1ാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം മേജർ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ്. മൈസൂരുവിനും ബംഗളൂരുവിനും മധ്യേ ഓടിയിരുന്ന ടിപ്പു എക്സ്പ്രസിൻ്റെ പുതിയ പേര് വോഡയാർ എക്സ്പ്രസ് ആണ് ടിപ്പു എക്സ്പ്രസിൻ്റെ പുതിയ പേര്. 2ാം UN വേൾഡ് ജിയോസ്പേഷ്യൽ നാഷണൽ കോൺഗ്രസ്സിന് വേദിയായ ഇന്ത്യൻ നഗരം ഹൈദരാബാദാണ് 2nd UN വേൾഡ് ജിയോസ്പേഷ്യൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് വേദിയായ ഇന്ത്യൻ നഗരം. മുഴുവൻ സമയ മാനസികാരോഗ്യ സേവനം നൽകാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ലോക മാനസികാരോഗ്യ ദിനത്തിൽ, എന്നാണ് മാനസികാരോഗ്യ ദിനം? ഒക്ടോബർ 10. ആ ഒക്ടോബർ 10 ആരംഭിച്ച സംരംഭമാണ് ടെലിമാനസ്. എന്തിനാണ്? മുഴുവൻ സമയ മാനസികാരോഗ്യ സേവനം നൽകാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ലോക മാനസികാരോഗ്യ ദിനത്തിൽ, അതായത് ഒക്ടോബർ 10 ആരംഭിച്ച സംരംഭമാണ് ടെലിമാനസ്. തദ്ദേശീയമായി നിർമ്മിച്ചത് 2022 ഒക്ടോബറിൽ വ്യോമസേനയുടെ ഭാഗമായി മാറിയതുമായ പ്രചണ്ഡ് എന്താണ്? പ്രചണ്ഡ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. നാഷണൽ പെൻഷൻ സിസ്റ്റം ദിവസ് അഥവാ NPS ദിവസ് ആയി ആചരിച്ച ദിവസം ഒക്ടോബർ 1 NPS ദിവസ്. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിൽ നടന്ന ഏത് ചടങ്ങിലാണ് പ്രധാനമന്ത്രി 5G ടെലിഫോൺ സർവീസ് ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2022. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2022. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി 5G ടെലിഫോൺ സർവീസ് ഉദ്ഘാടനം ചെയ്തതാണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2022. ഗുജറാത്തിൽ നടന്ന 36ാമത് ദേശീയ ഗെയിംസിൻ്റെ മുദ്രാവാക്യം സ്പോർട്സ് ഫോർ യൂണിറ്റി എന്നത് ഗുജറാത്തിൽ നടന്ന 36ാമത് ദേശീയ ഗെയിംസിൻ്റെ മുദ്രാവാക്യമാണ്.